വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ കോർപ്പറേഷനും ചേർന്ന് സംഘടിപ്പിച്ച മിനി ജോബ് ഫെയർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കെ.വി. സുമേഷ് MLA അധ്യക്ഷനായി. പക്ഷേ ഒരു വ്യക്തമായ ധാരണ തന്റെ വിദ്യാഭ്യാസ വൈജ്ഞാനിക സാങ്കേതിക സൗകര്യങ്ങൾക്ക് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന. മുഖ്യമന്ത്രി അധികാരിമാർക്ക് പറഞ്ഞു 20 ലക്ഷം അഭ്യർത്ഥന വിദ്യാർത്ഥികൾ അവസരം നൽകി. ആ തൊഴിലവസരം നൽകുന്ന ശ്രമങ്ങൾ നിരന്തരമായി ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നിരവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വിവിധ മേഖലകളിൽ നിന്നും 70-ലധികം കമ്പനികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. 10ാം തരം മുതൽ VHSC ബിരുദാനന്തര ബിരുദധാരികൾക്കും മെഡിക്കൽ, പാരാമെഡിക്കൽ, ITI, പോളിടെക്നിക്, BTech തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും നിരവധി അവസരങ്ങൾ മേളയിലുണ്ടായിരുന്നു. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന പ്രത്യേക ക്യാമ്പയിനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് നടത്തുന്ന മിനി ജോബ് ഫെയർ സെപ്റ്റംബർ 13-ന് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായിപ്പറമ്പ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സരള, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കൂക്കിരി രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.